ഓർമ്മകൾ ഓടിയെത്തിയ ദിനത്തിൽ പഴയ വിദ്യാലയമുറ്റത്ത് അവർ ഒത്തുചേർന്നു. AV ഹൈസ്കൂളിലെ 1986 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് വീണ്ടും സംഗമിച്ചത്. 3 പതിറ്റാണ്ടിനു ശേഷം സ്വപ്നങ്ങളെ താലോലിച്ച് വിദ്യാലയമുറ്റത്തെത്തിയപ്പോൾ അവർക്ക് കേൾക്കാമായിരുന്നു ഭൂതപ്പാട്ടിന്റെ താളവും ഒരു പിടി നെല്ലിക്കയുടെ മാധുര്യവും. പൊന്നാനി AV ഹൈസ്കൂളിലെ ഇടശ്ശേരി മാവിൻ ചുവട്ടിലാണ് ഒരു വട്ടം കൂടി ആ പഴയ സതീർത്ഥ്യർ സംഗമിച്ചത്. ഓർമ്മയുടെ പഴയകാല ചിത്രങ്ങൾക്ക് അത്ര തെളിച്ചമില്ലായിരുന്നുവെങ്കിലും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ ചിതലരിക്കാത്ത തൂവെള്ള കടലാസ് പോലെ സഹപാഠികൾ ഒന്നിച്ചതോടെ 86-ലെ ക്ലാസ് മുറിയിലേക്ക് അവർ മനസ്സുകൊണ്ട് തിരിച്ചു നടന്നു. 1986-ലെ പൊന്നാനി AV ഹൈസ്കൂളിലെ SSLC ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നവരാണ് വിദ്യാലയമുറ്റത്ത് സംഗമിച്ചത്. കാലം വരുത്തിയ മാറ്റങ്ങളുമായി എത്തിയ ചിലരെ പലർക്കും ആദ്യ കാഴ്ചയിൽ ഓർത്തെടുക്കാനായില്ലെങ്കിലും പഴയ കാലത്തെ കുസൃതികളുടെ ലാഞ്ചന മിന്നിമറഞ്ഞപ്പോൾ കലപിലകൾ ഒഴിയാത്ത ക്ലാസ് മുറിയിലേക്ക് മനസ്സുകളും കൊള്ളിയാൻ പോലെ മിന്നിമറഞ്ഞു. ഒരു മാക്സിമം 20-25 പേര് പങ്കെടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ഇത്രയും ഗംഭീരമാക്കിയതിന് എല്ലാവർക്കും അവരുടേതായ പങ്കുണ്ട്. പിന്നെ മാത്രമല്ല ഇതിലെ പലരും വ്യത്യസ്ത മേഖലകളിൽ വളരെ നല്ല ഗംഭീരമായ അവസ്ഥയിലാണെങ്കിൽ പോലും അന്നത്തെ പ്രാഥമിക മീറ്റിംഗ് പറഞ്ഞിരുന്ന ഈ AV ഹൈസ്കൂളിന്റെ കവാടം കടന്നു വരുമ്പോൾ എല്ലാവരും പഴയ 10ാം ക്ലാസ്സുകാരായിരിക്കണം. കാരണം ഇതിൽ വലിയ ഗംഭീരന്മാരും ഒക്കെ ഉണ്ടായിരിക്കാം. അതൊന്നും വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പം അതേ അവസ്ഥ, അതേ മാനസികാവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അന്ന് സ്കൂളിലെ ക്ലാസ്സിലെ ബെഞ്ചിൽ എങ്ങനെ ഇരുന്നു അതേ മാനസികാവസ്ഥയിൽ ഈ മാനസികൈക്യം എന്നും നിലനിൽക്കണം. മാത്രമല്ല ഈ പല ആളുകളും ഒരുപാട് വലിയ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അവരൊക്കെ ഫുള്ളി എൻഗേജ്ഡാണ്. ഈ വീട്ടമ്മമാരായി ഇരിക്കുന്ന പലർക്കും അവരുടെ ഏകാന്തത ഞാൻ നേരിട്ട് നേരിട്ട് കണ്ടതാണ്. പിന്നെ പല വ്യക്തിപരമായ വിഷമങ്ങളും പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഈ കൂട്ടായ്മ വന്നതിന് ശേഷം വളരെ എനർജറ്റിക്കായി അന്നത്തെ 14-15 കാര്യന്മാരെ പോലെ ആ ഊർജ്ജസ്വലത അതെന്നും നിലനിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ആദ്യം അമ്പരപ്പ് കലർന്ന മുഖങ്ങളിൽ പിന്നീട് സന്തോഷത്തിന്റെ അലയൊലികൾ മിന്നിമറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കെ ചെയ്ത കുസൃതി തരങ്ങൾ ഓർമ്മിച്ചെടുക്കുമ്പോൾ പലരും ആ 10ാം ക്ലാസ്സുകാരനായി മാറുകയായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിനു ശേഷം ഇന്നായിരുന്നു പലരും പരസ്പരം കണ്ടുമുട്ടിയത്. പറഞ്ഞു തീരാത്ത വിശേഷങ്ങളായിരുന്നു പലർക്കുമിടയിൽ. ജീവിതത്തിന്റെ കാലചക്രത്തിൽ വിദേശത്തെത്തിയവരും തങ്ങളുടെ കൂട്ടുകാരെ നേരിൽ കണ്ട് സൗഹൃദം പുതുക്കാൻ വിദ്യാലയമുറ്റത്തെത്തിയിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോയ്ക്കായി പോസ്റ്റ് ചെയ്യുമ്പോഴും ഓടിയെത്തിയത് 30 വർഷം മുമ്പ് വിദ്യാലയത്തോട് വിട പറയും മുമ്പേ എടുത്ത ഓർമ്മ ചിത്രമായിരുന്നു. സംഗമത്തിന്റെ ഓർമ്മകൾക്ക് നിറം പകരാനായി അവരും പകർത്തി ഒരു സെൽഫി ക്ലിക്ക്. പിന്നീട് ഓർമ്മകൾ പൂക്കുന്ന മാമ്പഴ ചുവട്ടിലേക്ക് ഇനിയും തിരികെ എത്താമെന്ന മോഹത്തോടെ അവർ